Good morning, students. Today we discuss chapter 11 DC and AC motors. We know the importance of mechanical energy in our daily life and in industry. Water pump is a common electrical appliance used in our home. What it does? Filling water in the overhead tank from the well with the help of electric pump. Here, water filling means delivery of mechanical energy and working of pump motor by electric supply means delivering of electrical energy. നമുക്കറിയാം നമ്മുടെ നിത്യജീവിതത്തിലും അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ മേഖലയിലും മെക്കാനിക്കൽ എനർജിന് വളരെയധികം പ്രാധാന്യമുണ്ട്. നമ്മുടെ വീടുകളിൽ സാധാരണ ഉപയോഗിക്കുന്ന ഒരു പ്രധാന ഇലക്ട്രിക്കൽ അപ്ലയൻസ് ആണ് വാട്ടർ പമ്പ് എന്ന് പറയുന്നത്. എന്താണ് വാട്ടർ പമ്പ് ചെയ്യുന്നത്? അതായത് കിണറിൽ നിന്നും വെള്ളത്തെ നമ്മുടെ വീടിന്റെ മുകളിലുള്ള ഓവർഹെഡ് ടാങ്കിലേക്ക് പമ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇവിടെ വാട്ടറിനെ ഓവർഹെഡ് ടാങ്കിലേക്ക് എത്തിക്കുക എന്ന് പറയുന്നത് മെക്കാനിക്കൽ എനർജിയും അതേസമയം നമ്മുടെ മോട്ടോർ ഇലക്ട്രിക്കൽ എനർജി ഉപയോഗിച്ച് വാട്ടർ പമ്പ് കറങ്ങുന്നത് അതിന്റെ ഇലക്ട്രിക്കൽ എനർജിയെ യൂട്ടിലൈസ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പൊ ഇലക്ട്രിക്കൽ എനർജി യൂട്ടിലൈസ് ചെയ്തിട്ട് അതിനെ മെക്കാനിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുകയാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്? വാട്ടർ പമ്പ് ചെയ്യുന്നത്. ഇതിനെല്ലാം എന്താവശ്യമാണ്? മോട്ടോറുകൾ ആവശ്യമാണ്. ഒന്നുകിൽ AC മോട്ടോർ ആവാം, അല്ലെങ്കിൽ DC മോട്ടോർ ആവാം. മോട്ടോർ ഇസ് എ മെഷീൻ വിച്ച് കൺവേർട്സ് ഇലക്ട്രിക്കൽ എനർജി ടു മെക്കാനിക്കൽ എനർജി. മോസ്റ്റ് ഓഫ് ദ ഇലക്ട്രിക്കൽ എക്യുപ്മെന്റ്സ് ലൈക്ക് fan, refrigerator, mixie, washing machine and grinder are working with electric motors. നമുക്കറിയാം മോട്ടോർ എന്ന് പറയുന്നത് ഒരു മെഷീനാണ്. ഇസ് എ മെഷീൻ which converts electrical energy എന്താക്കി മാറ്റുന്നു? ടു മെക്കാനിക്കൽ എനർജി. ഇലക്ട്രിക് എനർജിയെ മെക്കാനിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഒരു ഡിവൈസ് ആണ്, അല്ലെങ്കിൽ ഒരു മെഷീനാണ് മോട്ടോർ എന്ന് പറയുന്നത്. നമ്മുടെ വീട്ടിലെ ഫാൻ, റെഫ്രിജറേറ്റർ, മിക്സി, വാഷിംഗ് മെഷീൻ, ഗ്രൈൻഡർ തുടങ്ങിയ ഉപകരണങ്ങളെല്ലാം ഇലക്ട്രിക്കൽ എനർജിയെ മെക്കാനിക്കൽ എനർജിയാക്കി മാറ്റുന്ന ഇലക്ട്രിക് മോട്ടോഴ്സ് ഉണ്ടാവും. ഓക്കെ, നെക്സ്റ്റ് DC motors. DC motor works in DC supply. DC motors are mainly used in automobile industry, and in all toys DC motors are used. നമുക്കറിയാം DC മോട്ടോർസ് വർക്ക് ചെയ്യുന്നതെല്ലാം DC സപ്ലൈ ഉപയോഗിച്ചിട്ടുണ്ട്. DC സപ്ലൈ ആണ് DC മോട്ടോർ വർക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. അത് ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയാണ് ഏറ്റവും കൂടുതലായിട്ട് DC മോട്ടോർസ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്കറിയാം, നിങ്ങളുടെ വാഹനങ്ങൾ, ബൈക്ക്, അതുപോലെ കാറ്, ബസ് എല്ലാം സ്റ്റാർട്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് DC മോട്ടോറുകളാണ്. അപ്പോൾ അതുപോലെ തന്നെ എല്ലാ കളിപ്പാട്ടങ്ങളിലും, കുട്ടികൾ കളിക്കുന്ന എല്ലാ കളിപ്പാട്ടങ്ങളിലും DC മോട്ടോറുകളാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ DVD, ടേപ്പ് റെക്കോർഡർ അങ്ങനെയുള്ള ഉപകരണങ്ങളിലെല്ലാം DC മോട്ടോറുകളാണ് ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ്, വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് DC മോട്ടോർ. വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് DC motors. We have studied about the relation between electricity and magnetism. നമ്മൾ നേരത്തെ പഠിച്ചതാണ് ഇലക്ട്രിസിറ്റി മാഗ്നറ്റിസം തമ്മിലുള്ള ആ റിലേഷൻസ്. എന്താണ് ഇവിടെ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് DC മോട്ടോർ?
Whenever a current carrying conductor is placed in a magnetic field, conductor tends to move. Whenever a current carrying conductor is placed in a magnetic field, the conductor tends to move. അതായത് ഒരു കറണ്ട് കാരിങ് കണ്ടക്ടർ ഒരു മാഗ്നറ്റിക് ഫീൽഡില് നോർത്ത് സൗത്ത് ആണ് ഒരു മാഗ്നറ്റിക് ഫീൽഡ്. ഇതിലൊരു കറണ്ട് കാരിങ് കണ്ടക്ടർ, കറണ്ട് ഫ്ലോ ചെയ്യുന്ന കണ്ടക്ടർ വെച്ച് കഴിഞ്ഞാൽ ആ കണ്ടക്ടർ എന്ത് ചെയ്യും? മൂവ് ചെയ്യാൻ തുടങ്ങും. ടെൻസ് ടു മൂവ്. ഇത് കണ്ടക്ടർ മൂവ് ചെയ്യും. ഇതാണ് എന്ത് പറയുന്നത്? പ്രിൻസിപ്പിൾ ഓഫ് DC motor. Working principle of DC motor. Whenever a current carrying conductor is placed in a magnetic field, conductor tends to move. Okay. നമ്മൾ നേരത്തെ പഠിച്ചതാണ് മാഗ്നറ്റിക് ഫീൽഡിൽ കണ്ടക്ടർ ചലിപ്പിച്ച് കഴിഞ്ഞാൽ ഒരു EMF ഉണ്ടാവുന്നത്. ഇവിടെ ഇത് കറണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരു കറണ്ട് ഫ്ലോ ചെയ്യുന്ന ഒരു കണ്ടക്ടറാണ് നമ്മൾ മാഗ്നറ്റിക് ഫീൽഡിൽ വെക്കുന്നത്. ആ കണ്ടക്ടർ ഒരു ഫോഴ്സ് എക്സെപ്റ്റ് ചെയ്യും. അത് മൂവ് ചെയ്യാനുള്ള ഒരു ഫോഴ്സ് അതിൽ എക്സെപ്റ്റ് ചെയ്യും. അതാണ് നമ്മുടെ മോട്ടോറിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ആണ് മോട്ടോറിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, പാർട്സ് ഓഫ് DC motor. The main parts of DC motor are body, armature, body, armature, field poles, armature, field poles, commutator, brush, brush holder, brush and brush holder, and shaft, മോട്ടോറിന്റെ ഷാഫ്റ്റ്. ഇത്രയാണ് ഒരു DC മോട്ടോറിന്റെ പാർട്സ് തന്നെ. ഒന്ന് മോട്ടോറിന്റെ ബോഡി, അതിനുള്ളിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ആർമേച്ചർ, അതിന്റെ ആർമേച്ചറിന്റെ ചുറ്റുഭാഗത്തുമായി നിൽക്കുന്ന ഫീൽഡ് പോൾസ്, പിന്നീട് ആർമേച്ചറിൽ വൈദ്യുതി കടത്തിവിടുന്ന കമ്മ്യൂട്ടേറ്റർ, അതിലേക്ക് വൈദ്യുതി കടത്തിടാൻ വേണ്ടി ഉപയോഗിക്കുന്ന ബ്രഷ് ഹോൾഡറും, പിന്നെ മോട്ടോറിന്റെ ഷാഫ്റ്റും എല്ലാമാണ് നമ്മുടെ ഒരു DC മോട്ടോറിന്റെ പ്രധാന ഭാഗങ്ങൾ എന്ന് പറയുന്നത്. DC മോട്ടോറിന്റെ പ്രധാന ഭാഗങ്ങൾ എന്ന് പറയുന്നത് ബോഡി, ആർമേച്ചർ, ഫീൽഡ്, കമ്മ്യൂട്ടേറ്റർ, ബ്രഷ് ഹോൾഡർ, ഷാഫ്റ്റ് എന്നിവയാണ്. ഓക്കെ. നെക്സ്റ്റ്, ഫ്ലെമിംഗ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ. Fleming's left hand rule. Fleming's left hand rule. This rule applied to find out the direction of rotation of armature in the motor. ഈ റൂൾ എന്തിനാണ് ഉപയോഗിക്കുന്നത്? നമ്മുടെ DC മോട്ടോറിലെ ആർമേച്ചറിന്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാനാണ്. അതിൽ കറങ്ങുന്ന പാർട്ടാണ് ആർമേച്ചർ എന്ന് പറയുന്നത്. ഒരു ഫീൽഡ് ഉണ്ടാവും. ഒന്ന് ഫീൽഡ് ആയിരിക്കും അതിന്റെ. ഇത് സ്റ്റേഷനുള്ളിൽ കറങ്ങുന്ന ആർമേച്ചർ. ഈ ആർമേച്ചറിന്റെ റൊട്ടേഷന്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് എന്തുപയോഗിക്കുന്നത്? നമ്മുടെ ഫ്ലെമിംഗ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂള് ഉപയോഗിക്കുന്നത്. എന്താണ് ഫ്ലെമിംഗ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ? Hold forefinger, middle finger and thumb of your left hand perpendicular to each other. If the forefinger represents magnetic field direction, middle finger the current direction, then the thumb will show the direction of the rotation of armature. ഇതാണ് ഫ്ലെമിംഗ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ പറയുന്നത്. നോക്കുക, നമ്മുടെ ലെഫ്റ്റ് ഹാൻഡിന്റെ തമ്പ്, ഫോർ ഫിംഗർ ആൻഡ് മിഡിൽ ഫിംഗർ
ഓരോന്നിനും പെർപെൻഡിക്കുലർ പിടിക്കുക. അതായത് ഫോർ ഫിംഗറും മിഡിൽ ഫിംഗറും പെർപെൻഡിക്കുലർ ആയിരിക്കണം, ഫോർ ഫിംഗറും തമ്പും പെർപെൻഡിക്കുലർ ആയിരിക്കണം, തമ്പും മിഡിൽ ഫിംഗറും പെർപെൻഡിക്കുലർ ആയിരിക്കണം. ഇങ്ങനെ മൂന്നും പെർപെൻഡിക്കുലർ ആയിട്ട് പിടിച്ചു കഴിഞ്ഞാൽ ഇതിലെ ഫോർ ഫിംഗർ എന്ന് പറയുന്നത് ഇതിന്റെ ഫോർ ഫിംഗർ എന്ന് പറയുന്നത് ഇത് ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്, ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്, മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ കാണിക്കുന്നതാണ് എന്ത്, ഫോർ ഫിംഗർ എന്ന് പറയുന്നത്. ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്, അതാണ് ഫോർ ഫിംഗർ. അതേസമയം നമ്മുടെ മിഡിൽ ഫിംഗർ എന്താ കാണിക്കുന്നത്, ഇറ്റ് represents the direction of current, direction of current. അതേസമയം നമ്മുടെ തമ്പ് എന്താ കാണിക്കുന്നത്, is the direction of rotation of the conductor, direction of rotation of the conductor, direction of rotation of കണ്ടക്ടർ. കണ്ടക്ടറിന്റെ റൊട്ടേഷൻ കാണിക്കാനാണ് ഇത് ഉപയോഗിക്കുന്നത്, തമ്പ് ഉപയോഗിക്കുന്നത്. അപ്പൊ ഫോർ ഫിംഗർ റെപ്രസെന്റ് ദ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. നമ്മൾ നേരത്തെ പഠിച്ചതാണ്, മാഗ്നറ്റിക് ഫീൽഡ് നോർത്തിൽ നിന്ന് സൗത്തിലേക്ക് പോകുന്നത്. ഈ ഡയറക്ഷൻ കാണിക്കാനാണ് എന്ത് ഉപയോഗിക്കുന്നത്, ഫോർ ഫിംഗർ ഉപയോഗിക്കുന്നത്. ഇവിടെ മിഡിൽ ഫിംഗർ ഉപയോഗിക്കുന്നത് നമ്മള് മോട്ടറിലേക്ക് കൊടുക്കുന്ന കറണ്ടിന്റെ ഡയറക്ഷൻ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ കറണ്ട് അതിലേക്ക് കൊടുക്കുകയാണ്, മോട്ടർ ആയതുകൊണ്ട് കറണ്ട് അതിലേക്ക് കൊടുക്കുകയാണ്. ആ കൊടുക്കുന്ന കറണ്ടിന്റെ ഡയറക്ഷൻ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്, മിഡിൽ ഫിംഗർ ഉപയോഗിക്കുന്നത്. അങ്ങനെ കറണ്ട് കൊടുത്തു കഴിഞ്ഞാൽ, മാഗ്നറ്റിക് ഫീൽഡിൽ സ്ഥിതി ചെയ്യുന്ന ഒരു കണ്ടക്ടറിലേക്ക് നമ്മൾ വൈദ്യുതി കൊടുത്തു കഴിഞ്ഞാൽ ആ കണ്ടക്ടർ ടെൻസ് ടു മൂവ്, ആ കണ്ടക്ടർ മൂവ് ചെയ്യാൻ ശ്രമിക്കും. ആ മൂവ് ചെയ്യുന്ന ഡയറക്ഷൻ ആണ് ഏത്, ഇൻഡിക്കേറ്റ്സ് ദ തമ്പ്. തമ്പ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് അങ്ങനെ വൈദ്യുതി കൊടുത്തു കഴിഞ്ഞാൽ ആ കണ്ടക്ടർ എങ്ങോട്ടാണോ മൂവ് ചെയ്യുക, ആ മൂവ് ചെയ്യുന്ന ഡയറക്ഷൻ ആണ് തമ്പ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇതാണ് ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ എന്ന് പറയുന്നത്. അതേമാതിരി റൈറ്റ് ഹാൻഡ് റൂൾ എന്തായിരുന്നു പറയുന്നത്, നമ്മളൊരു മാഗ്നറ്റിക് ഫീൽഡ് ചെയ്യുന്ന ഒരു കണ്ടക്ടർ മൂവ് ചെയ്യുകയാണെങ്കിൽ അതിലൊരു EMF ഉണ്ടാവും. ആ EMF ഉണ്ടാവുന്നതിന് ഫലമായിട്ടുള്ള കറണ്ടിന്റെ ഡയറക്ഷൻ കാണിക്കാൻ വേണ്ടിയിട്ടായിരുന്നു റൈറ്റ് ഹാൻഡ് റൂൾ ഉപയോഗിച്ചിരുന്നത്. ഇവിടെ നമ്മൾ ആ കോയിലേക്ക് കറണ്ട് അങ്ങോട്ട് കൊടുക്കുകയാണ്. അങ്ങോട്ട് കൊടുക്കുമ്പോൾ എന്ത് ചെയ്യും, മാഗ്നറ്റിക് ഫീൽഡ് ചെയ്യുന്ന കണ്ടക്ടറിലേക്ക് കറണ്ട് കിട്ടുമ്പോൾ ആ കണ്ടക്ടർ മൂവ് ചെയ്യാൻ ആരംഭിക്കും. ആ മൂവ് ചെയ്യുന്ന ഡയറക്ഷൻ ആണ്, എങ്ങോട്ടാണ് ആ മൂവ് ചെയ്യുന്നത്, ആ ഡയറക്ഷൻ റെപ്രസെന്റ് ചെയ്യാനാണ് ഫ്ലെമിംഗ് ലെഫ്റ്റ് ഹാൻഡ് റൂള് ഉപയോഗിക്കുന്നത്. ഓക്കെ, ടൈപ്സ് ഓഫ് DC motors. Types of DC motors. DC motors are mainly classified into three types. One is shunt motors. Second one is series motors. Third one is compound motors. DC motors are classified into three types: shunt motors, series motors, and compound motors. First one, shunt motors. നമ്മുടെ ആർമേച്ചർ, ഇതാണ് നമ്മുടെ ആർമേച്ചർ. ഈ ആർമേച്ചറിന് പാരലായിട്ടാണ് അതിന്റെ ഫീൽഡ് വൈൻഡിങ് കണക്ഷൻ കൊടുക്കുന്നതെങ്കിൽ നമ്മുടെ ഫീൽഡ് കോയില് അല്ലെങ്കിൽ ഫീൽഡ് കമ്പിച്ചുള്ളിൽ കൊടുക്കുന്നത് ആർമേച്ചറിന് പാരലായിട്ടാണെങ്കിൽ അത് നമ്മൾ ഷണ്ട് മോട്ടോഴ്സ് എന്ന് പറയും. ഇവിടെ ആർമേച്ചറിന് പാരലായിട്ടാണ് ഷണ്ട് ഫീൽഡ് കൊടുക്കുന്നതെങ്കിൽ ഇതാണ് ഷണ്ട് ഫീൽഡ്.
ഷണ്ട് ഫീൽഡ് വൈൻഡിങ് ഈ ആർമേച്ചറിന് പാരലായിട്ടാണ് കൊടുക്കുന്നതെങ്കിൽ അത് നമ്മൾ എന്ത് പറയുന്നു, ഷണ്ട് മോട്ടോഴ്സ്. ആർമേച്ചർ വൈൻഡിങ് ആണ് ഇതിനുള്ളിൽ ഉണ്ടാവുക. ആർമേച്ചറാണ് നമ്മുടെ മോട്ടോറിന്റെ കറങ്ങുന്ന ഭാഗം. അതേസമയം ഫീൽഡ് എന്ന് പറയുന്നത് അതിന്റെ സ്റ്റേറ്റർ ആണ്, സ്റ്റേബിളായി നിൽക്കുന്നത്. അപ്പൊ അതിന്റെ കണക്ഷൻ ആർമേച്ചർ വൈൻഡിങ്ങിന് പാരലാണ് സ്റ്റേറ്റർ വൈൻഡിങ്ങിന്റെ അല്ലെങ്കിൽ ഫീൽഡ് വൈൻഡിങ്ങിന്റെ കണക്ഷൻ കൊടുക്കുന്നതെങ്കിൽ അത് ഷണ്ട് മോട്ടോഴ്സ് ആണ്. ഓക്കെ, അതാണ് ഷണ്ട് മോട്ടോഴ്സ് എന്ന് പറയുന്നത്. ഷണ്ട് മോട്ടോഴ്സ്. In this type, field winding is connected in parallel with the armature. In this type, field winding is connected in parallel with the armature. Next, series motors. Series motors. Next, series motors. When the field winding is connected in series with the armature, it is called series motors. When the field winding is connected in series with the armature, it is called series motors. നമ്മുടെ ആർമേച്ചർ ഇത് നമ്മുടെ ഫീൽഡ് വൈൻഡിങ് ആണ്. ഈ ഫീൽഡ് വൈൻഡിങ് ഈ ആർമേച്ചറിന് സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്യുന്നതെങ്കിൽ അത് സീരീസ് മോട്ടോഴ്സ് ആണ്. ഇങ്ങനെയാണ് സീരീസ് മോട്ടോഴ്സിൽ ആർമേച്ചർ കോയിലിന് സീരീസ് ആയിട്ടായിരിക്കും ഫീൽഡ് കോയിൽ കണക്ട് ചെയ്യുന്നത്. അപ്പോൾ അതിനെ സീരീസ് ഫീൽഡ് എന്ന് പറയും. സീരീസ് ഫീൽഡ് എന്ന് പറയും. സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുന്ന ഈ കോയില് ആർമേച്ചറിന് സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്യുന്നതെങ്കിൽ അതിനെ സീരീസ് മോട്ടോഴ്സ് എന്നാണ് പറയുക. ഓക്കെ, നെക്സ്റ്റ് വൺ കോമ്പൗണ്ട് മോട്ടോഴ്സ്. കോമ്പൗണ്ട് മോട്ടോഴ്സ്. നെക്സ്റ്റ് വൺ കോമ്പൗണ്ട് മോട്ടോഴ്സ്. കോമ്പൗണ്ട് മോട്ടോഴ്സ് നമുക്കറിയാം, ഇറ്റ് ഈസ് ദ കോമ്പിനേഷൻ ഓഫ് ഷണ്ട് ആൻഡ് സീരീസ് വൈൻഡിങ്. ഷണ്ട് വൈൻഡിങ്ങും സീരീസ് വൈൻഡിങ്ങും കൂടെ ഉൾക്കൊള്ളുന്നതാണ് ഇത് കോമ്പൗണ്ട് മോട്ടോഴ്സ് എന്ന് പറയുന്നത്. ആയിട്ട് നമ്മള് സീരീസ് വൈൻഡിങ് പഠിച്ചു, സീരീസ് മോട്ടോർ പഠിച്ചു, അതിനു മുമ്പ് നമ്മള് ഷണ്ട് മോട്ടോർ പഠിച്ചു. ഇത് രണ്ടും കൂടി ഉൾക്കൊള്ളുന്നതാണ് ഏത് നമ്മുടെ കോമ്പൗണ്ട് മോട്ടോർ എന്ന് പറയുന്നത്. സിമ്പിൾ ആണ്. ആർമേച്ചർ വൈൻഡിങ്ങിന് സീരിയലായിട്ട് ഒരു സീരീസ് ഫീൽഡ് ഉണ്ടാവും, അതുപോലെ തന്നെ അതിന് രണ്ടിനും കൂടി പാരലായിട്ട് ഒരു ഷണ്ട് ഫീൽഡ് ഉണ്ടാവും. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഈ രണ്ട് വൈൻഡിങ്ങിലൂടെയും പാരലായിട്ടാണ് ഏതുണ്ടാവുന്നത്, ഷണ്ട് ഫീൽഡ് ഉണ്ടാവുന്നത്. ഇവിടെ ആർമേച്ചർ മാത്രമല്ല, ഈ ആർമേച്ചറിനും നമ്മുടെ സീരീസ് ഫീൽഡും ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അതിന് പാരലായിട്ട് രണ്ടും കൂടി ഉൾപ്പെടെ പാരലായിട്ടാണ് ഷണ്ട് ഫീൽഡ് വൈൻഡിങ് ഉണ്ടാവുന്നത്. അപ്പോ ഇവിടെ രണ്ട് വൈൻഡിങ് ഉണ്ട്. ആർമേച്ചർ വൈൻഡിങ്ങിന് പുറമെ രണ്ട് ഫീൽഡ് വൈൻഡിങ് ഉണ്ട്. ഒന്ന് സീരീസ് ആയിട്ട് നൽകുന്നു ആർമേച്ചറിന്, ഒന്ന് ആർമേച്ചറിന് പാരലായിട്ട് നൽകുന്നു. അപ്പൊ അത്തരം മോട്ടോഴ്സ് ആണ് കോമ്പൗണ്ട് മോട്ടോഴ്സ് എന്ന് പറയാ. ഇസ് ദ കോമ്പിനേഷൻ ഓഫ് ഷണ്ട് ആൻഡ് സീരീസ് വൈൻഡിങ്. ഓക്കെ, നെക്സ്റ്റ് application of DC motors. Application of DC motors. Application of DC motors. അപ്പോൾ ടൈപ്സ് നമ്മൾ നേരത്തെ പഠിച്ച 3 ടൈപ്സ്, ഒന്ന് ഷണ്ട് മോട്ടോർ പഠിച്ചു, ഒന്ന് സീരീസ് മോട്ടോർ പഠിച്ചു, ഒന്ന് കോമ്പൗണ്ട് മോട്ടോർ പഠിച്ചു. അപ്പോൾ ഷണ്ട് മോട്ടറിന്റെ അപ്ലിക്കേഷൻസ് ഏതെല്ലാം നോക്കാം. ഷണ്ട് മോട്ടോഴ്സ് ഉപയോഗിക്കുന്നത് എന്തിനാണെല്ലാം നോക്കാം. ഷണ്ട് മോട്ടോഴ്സ് അതിന്റെ അപ്ലിക്കേഷൻസ് പറയുന്നത് ഒന്ന് പ്രിന്റിംഗ് പ്രസ്. പ്രിന്റിംഗ് പ്രസ്സിൽ ഷണ്ട് മോട്ടറാണ് ഉപയോഗിക്കുന്നത്. പ്രിന്റിംഗ് പ്രസ്സിൽ ഷണ്ട് മോട്ടർ ഉപയോഗിക്കുന്നുണ്ട്. പിന്നീട് ലെയ്ത്തില് ഷണ്ട് മോട്ടറാണ് ഉപയോഗിക്കുന്നത്. ശരിയല്ലേ? അപ്പൊ ഷണ്ട് മോട്ടോഴ്സ് ഉപയോഗിക്കുന്നത് പ്രിന്റിംഗ് പ്രസ്സിൽ ഉപയോഗിക്കുന്നുണ്ട്, ലെയ്ത്തിൽ ഉപയോഗിക്കുന്നുണ്ട്. അതാണ് ഷണ്ട് മോട്ടറിന്റെ രണ്ട് അപ്ലിക്കേഷൻസ്. ഇനി സീരീസ് മോട്ടോഴ്സ്. സീരീസ് മോട്ടോഴ്സ് എന്തിനൊക്കെയാണ് ഉപയോഗിക്കുന്നത്? റെയിൽവേ തീവണ്ടിയുടെ എഞ്ചിന് ഏത് മോട്ടറാണ് ഉപയോഗിക്കുന്നത്? സീരീസ് മോട്ടറാണ് ഉപയോഗിക്കുന്നത്. ട്രെയിനിന്റെ എഞ്ചിനായിട്ട് വർക്കുന്നത്, നിങ്ങൾ ഇലക്ട്രിക് ട്രെയിൻ കണ്ടുണ്ടാവും. ഇലക്ട്രിക് ട്രെയിനിലെ എഞ്ചിൻ ഉപയോഗിക്കുന്നത് സീരീസ് മോട്ടോർ. അതുപോലെ തന്നെ ഓട്ടോമൊബൈലിൽ ഉപയോഗിക്കുന്നതും
ഏതാണ്? സീരീസ് മോട്ടോറാണ്. ഓട്ടോ മൊബൈൽ. അതുപോലെ തന്നെ ക്രെയിൻസ്. ക്രെയിനുകള് ഉപയോഗിക്കുന്നതും എന്താണ്? സീരീസ് മോട്ടോഴ്സ് ആണ്. അപ്പൊ സീരീസ് മോട്ടോഴ്സ് ഉപയോഗിക്കുന്നത് പ്രധാനമായും റെയിൽവേ എഞ്ചിൻസില്, പിന്നെ ഓട്ടോമൊബൈലില്, ക്രെയിൻസില് എല്ലാം സീരീസ് മോട്ടോഴ്സ് ആണ്. ഇനി എവിടെയൊക്കെയാണ് കോമ്പൗണ്ട് മോട്ടോഴ്സ് ഉപയോഗിക്കുന്നത്? കോമ്പൗണ്ട് മോട്ടോഴ്സ്. കോമ്പൗണ്ട് മോട്ടോഴ്സിന്റെ ആവശ്യകതകൾ എവിടേക്കാണ്? റോളിംഗ് മിൽസ്. റോളിംഗ് മിൽസിൽ ഉപയോഗിക്കുന്നത് കോമ്പൗണ്ട് മോട്ടോഴ്സ് ആണ്. റോളിംഗ് മിൽസ്. പിന്നീടോ റോളിംഗ് മിൽസില് പിന്നെ കംപ്രസേഴ്സ്. കംപ്രസറുകളിലും ഉപയോഗിക്കുന്നത് എന്താണ്? കോമ്പൗണ്ട് മോട്ടറാണ്. അപ്പൊ റോളിംഗ് മിൽസില്, കംപ്രസേഴ്സിലെല്ലാം കോമ്പൗണ്ട് മോട്ടോറുകളാണ് ഉപയോഗിക്കുന്നത്. ഇതാണ് പ്രധാനമായിട്ടും ഈ ഡി സി മോട്ടോറുകളുടെ അപ്ലിക്കേഷൻസ്. ഇതെല്ലാം ഡി സി മോട്ടോറുകളാണ്. ഈ ഡി സി മോട്ടറിന്റെ അപ്ലിക്കേഷൻസ് ആണ് നമ്മൾ പറഞ്ഞത്. ഷണ്ട് മോട്ടോഴ്സ് ഉപയോഗിക്കുന്നത് പ്രിന്റിംഗ് പ്രസ്സിലും ലെയ്ത്തിലും, അതേസമയം സീരീസ് മോട്ടോർ ഉപയോഗിക്കുന്നത് റെയിൽവേ എഞ്ചിൻ, ഓട്ടോമൊബൈൽ, ക്രെയിൻസ്, അതുപോലെ കോമ്പൗണ്ട് മോട്ടോഴ്സ് ഉപയോഗിക്കുന്നത് റോളിംഗ് മിൽസ്, കംപ്രസേഴ്സ് എക്സെട്ര.